സൗജന്യ ഭക്ഷണ വിതരണത്തിൽ പങ്കെടുക്കുകയാണ് 3 യുവാക്കൾ. ഒന്നാമൻ പറഞ്ഞു, എനിക്കും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണമെന്നുണ്ട്. രണ്ടാമൻ ചോദിച്ചു, അതിന് നമുക്ക് അത്ര വരുമാനമൊന്നും ലഭിക്കുന്ന ജോലിയില്ലല്ലോ. മൂന്നാമനും കൂട്ടിച്ചേർത്തു, നമ്മുടെ ചിലവിന് പോലും പണം തികയുന്നില്ല. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു വയോധികൻ പറഞ്ഞു, നിങ്ങൾക്കും സദ്യ നടത്താൻ കഴിയും. പണം വേണമെന്നില്ല, ഉദ്ദേശശുദ്ധി ഉണ്ടായാൽ മാത്രം മതി. കുറച്ചു ധാന്യമണികൾ ഉറുമ്പുകൾ നീങ്ങുന്ന വഴിയിൽ വയ്ക്കൂ, അത് അവർക്ക് വിരുന്നാണ്. കുറച്ചു വെള്ളം ഒരു പാത്രത്തിൽ മുറ്റത്ത് വയ്ക്കൂ, അത് പക്ഷികൾക്ക് ആശ്വാസമാണ്. ഓരോ വിരുന്നും അർത്ഥവത്താകുന്നത് എന്ത് വിളമ്പി എന്നതിനേക്കാൾ ആർക്ക് വിളമ്പി എന്നതിലാണ്. എഴുതപ്പെടാത്ത ചില നിയമങ്ങളിലൂടെ പരസ്പരം സൽക്കരിക്കുന്നവരാണ് നാം എല്ലാവരും. അയൽവാസിയുണ്ടാവണം, അടുത്ത ബന്ധുക്കൾ ഉണ്ടാവണം, അറിയപ്പെടുന്നവർ വേണം, തിരിച്ചു നൽകാൻ ശേഷിയുള്ളവർ വേണം തുടങ്ങിയ അദൃശ്യ നിബന്ധനകൾ എല്ലാ വിരുന്നുകളുടെയും പിറകിലുണ്ട്. അലഞ്ഞു തിരിയുന്നവനെയോ യാചകനെയോ നല്ല വസ്ത്രങ്ങൾ ധരിക്കാത്തവനെയോ ആരും അതിഥികളായി ക്ഷണിക്കാറില്ല. എന്നും സദ്യ കഴിക്കുന്നവർക്ക് എന്തിനാണ് ഒരു അധിക വിരുന്ന്? ഒരു നേരം പോലും വയറു നിറയ്ക്കാൻ മാർഗമില്ലാത്തവർക്ക് നൽകുന്ന സദ്യ കഴിക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനസ്സ് നിറയ്ക്കും. ആവശ്യമുള്ളവർക്ക് വേണ്ടത് വിളമ്പുന്നതാണോ, എല്ലാം ഉള്ളവർക്ക് ആവശ്യമില്ലാത്തത് വിളമ്പുന്നതാണോ യഥാർത്ഥ വിരുന്ന് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരാളുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് യഥാർത്ഥ വിരുന്ന്. നമുക്കും ശ്രമിക്കാം ചില യഥാർത്ഥ വിരുന്നുകൾ നൽകുന്നതിനായി. ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.